PSP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിലെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. അത് നമുക്ക് മനസ്സിൻ്റെ ശക്തികളെക്കുറിച്ചും അതുപോലെ തന്നെ മനസ്സിൻ്റെ അഗാധമായ തലങ്ങളെക്കുറിച്ചുമൊക്കെ ധാരാളം വിവരങ്ങൾ അറിയാം. പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പറയുന്നത് എനിക്കത് ചെയ്യാൻ മനസ്സിലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവ് മൈൻഡിനെ കുറിച്ചാണ് നമ്മളെപ്പോഴും സാധാരണയായിട്ട് ചിന്തിക്കുന്നത്. എന്നാൽ മൈൻഡ് പലപ്പോഴും നെഗറ്റീവായിട്ടാണ് പെരുമാറുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മനസ്സിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് ഏറ്റവും കഠിനമായ ഒരു കർമ്മമായിട്ട് മാറുന്നത്. അപ്പോൾ മനസ്സിൻ്റെ അഗാധമായ തലങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വരുത്താനായിട്ട് സാധിക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്ന പല ദോഷങ്ങൾക്കും കാരണമായിട്ടുള്ള പല എലമെൻസിനെയും അനിഹിലേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം നമുക്ക് തുറന്നു തരുമോ തുടങ്ങിയ ഒരുപാട് ചിന്താ വിഷയങ്ങൾ ഉണ്ട് എന്നാണ്. അവിടെയാണ് ഹിപ്നോതെറാപ്പിയുടെ ഒരു പ്രാധാന്യം. അപ്പോൾ ആധുനിക കാലത്ത് ഹിപ്നോതെറാപ്പിയും അതുപോലെ തന്നെ റിഗ്രഷൻ തെറാപ്പിയും എല്ലാം സുപരിചിതമായ വാക്കുകളാണ്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഈ ഒരു മേഖലയിൽ വളരെ വലിയ രീതിയിൽ കോൺട്രിബ്യൂഷൻസ് നടത്തുന്ന ശ്രീ വേണു മേനോൻ ആണ്. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ തൃശ്ശൂർ നിവാസിയാണ്. അപ്പോൾ ഏറ്റവും ആദരവോടുകൂടി അദ്ദേഹം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം ഹിപ്നോതെറാപ്പിസ്റ്റും അതോടൊപ്പം തന്നെ സിൽവർ മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളാണ്. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമഃ ശിവായ. ഏറ്റവും ആദരവോടുകൂടി അദ്ദേഹത്തെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. സ്വാഗതം. നമസ്കാരം. അപ്പോൾ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശരീരം, മനസ്സ്, ആത്മാവ്, ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ശരീരത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെയാണ് അതായത് മനസ്സിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് ആളുകൾ കൂടുതലായിട്ട് മനസ്സിലാക്കി തുടങ്ങിയത്. ഇപ്പൊ അവയർനെസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ശരീരത്തെക്കാൾ ഉപരി യഥാർത്ഥത്തിൽ മനസ്സിന്റെ ആരോഗ്യമാണ് പ്രാധാന്യമെന്ന് നമ്മൾ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. സൗണ്ട് മൈൻഡിനെ, സൗണ്ട് ബോഡി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുന്നെങ്കിലും അപ്പോൾ ഈ മനസ്സിനെ കുറിച്ച് പൊതുവേ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല, മനസ്സെന്താണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങയുടെ ഒരു കാഴ്ചപ്പാടിൽ മനസ്സിനെ എങ്ങനെയൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്, എന്താണ് മനസ്സ്? ഓക്കെ, അത് പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഞാൻ എന്ന ചിന്ത, അഹം, അതാണ് ബേസിക്കലി എല്ലാവരിലും ഉള്ളത്. ഈ ഞാൻ എന്താണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനം നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ നമ്മൾ ഈ ഞാൻ ആരാണ് എന്നുള്ള ചിന്ത നമുക്കൊരിക്കലും പൂർണ്ണമായിട്ട് കിട്ടില്ല. ഓക്കെ, അപ്പം ഇവിടെ ഉണ്ടാകുന്ന എന്താണ്, ഇതെന്താണ് ഞാൻ എന്ന് പറയുന്നത് എന്താണ്? കുറേ കളിമണ്ണും കുറേ വെള്ളവും എല്ലാം ചേർന്നിട്ടുള്ള കുറച്ച് കെമിക്കലും എല്ലാം കൂടി ചേർന്നിട്ടുള്ള, പണ്ടത്തെ കാലത്ത് പറയാറുണ്ട് 3.25 രൂപയുടെ കെമിക്കലാണ് മൊത്തത്തിൽ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇപ്പൊ വില കൂടിയ കാരണം കുറച്ച് വില കൂടുതലാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മൾ ഞാനില്ലെങ്കിലും ഈ ലോകം നിലനിൽക്കും എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതെ, ഞാനൊന്നുമല്ല. ഈ അഹംഭാവം ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ് നീ, അത് എന്താണ് നിന്റെ പ്രശ്നം, നീ ഫേസ് ചെയ്യുന്ന ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താണ്, നിന്റെ സ്വന്തം ചിന്തകൾ, അതായത് നിന്റെ മാത്രം പ്രശ്നങ്ങൾ, അത് നീ ഉണ്ടാക്കിയെടുക്കുന്ന പ്രശ്നങ്ങളാണ്. എനിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ ഞാൻ നിർവ്വാണത്തിൽ പോകണം എന്നൊക്കെ ഞാൻ ചിന്തിക്കുമ്പോൾ തന്നെ ഞാൻ ചിന്തിക്കേണ്ട വേറൊരു വിഷയമുണ്ട്. എൻ്റെ പെരുമാറ്റ രീതികൾ, മറ്റുള്ളവരെ ഞാൻ ട്രീറ്റ് ചെയ്യുന്ന രീതി എന്താണ്, ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരെ കാണുന്നത്. ഞാൻ നിങ്ങളെ ചെറുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണ്, എൻ്റെ മനസ്സിൻ്റെ പ്രശ്നമാണ്. അപ്പം ഇതാണ് മനസ്സിനെ നമ്മൾ തുടങ്ങി വയ്ക്കുമ്പോൾ നമുക്ക് ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഈ മനോരോഗം എന്നുള്ളൊരു വിഷയം പറയാമെന്നുണ്ടെങ്കിൽ അതിന് പല തലങ്ങളുണ്ട്, പല കാരണങ്ങളുണ്ട്. മനസ്സിലായോ? ബേസിക്കലി നമ്മൾ പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹിപ്നോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് വലിയ വലിയ രോഗങ്ങളൊന്നും ആരും കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അതിതൊരു എന്താ പറയുക, ലാടവൈദ്യമൊന്നുമല്ല. നമുക്ക് എല്ലാത്തിനും മരുന്നൊന്നുമില്ല നമ്മളെ. അപ്പോൾ ഈ സ്കിസോഫ്രീനിയ പോലുള്ള വലിയ വലിയ സംഭവങ്ങളൊന്നും നമ്മളെടുത്ത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താണെങ്കിൽ, ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരപ്പോഴേ മരുന്ന് എഴുതി കൈ കൊടുക്കും. അവന് ബ്രെയിനിന് ഭയങ്കരമായിട്ടൊരു വീക്ക്നെസ് സംഭവിക്കും, അവൻ ഉറക്കം മാത്രം ഉണ്ടാകുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തും. വേറെ ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പാരസെറ്റമോൾ പോലും കൊടുക്കുന്നില്ല. നമ്മൾ വെറും സജഷൻസ് കൊണ്ട് മാത്രമാണ് അവരുടെ അസുഖം മാറ്റിക്കൊടുക്കുന്നത്. അവരെ നമ്മളൊരിക്കലും രോഗിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. അവരെ നമ്മളൊരിക്കലും ഒരു പേഷ്യൻറ്റും നമ്മൾ പറയുക പോലും ഇല്ല. നമ്മളെപ്പോഴും പറയുമ്പോൾ ക്ലയൻറ്റ്, എൻ്റെ ക്ലയൻറ്റ് അങ്ങനെ പറയുള്ളൂ.
നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴും ആ രീതിയിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് രോഗമുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും അവരോട് പറയില്ല. രോഗമില്ല, നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്ന പ്രശ്നങ്ങളാണ്. എന്തും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു പരിധി വരേക്കും ഞാൻ പറഞ്ഞല്ലോ, വലിയ വലിയ രോഗങ്ങളെ കുറിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മുടെ കയ്യിലല്ല. അത് ഷോക്ക് ട്രീറ്റ്മെന്റും മെഡിസിൻസും എല്ലാം വേണ്ടി വരും. ഇത് നമുക്ക് എന്താണ്, നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ കടന്ന് നോക്കൂ. ബോധ മനസ്സ്, ഉപബോധ മനസ്സ് നിങ്ങൾക്കറിയാം, 2 തലത്തിലാണ്. ഈ ബോധ മനസ്സിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉപബോധ മനസ്സിലേക്ക് കയറിയിട്ട് അവിടെയാണ് നമ്മൾ ചേഞ്ചസ് വരുന്നത്. അത് വരുത്തുമ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് അവിടെ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സൈഡ് ഇഫക്ട്സ് എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടാവുന്നില്ല. നിങ്ങൾക്ക് ഒരു നിലയ്ക്കും അത് നിങ്ങളെ ബാധിക്കുന്നില്ല. നിങ്ങളുടെ ആവശ്യം നിറവേറും ചെയ്തും നിങ്ങളുടെ ആ പ്രശ്നം തീരുകയും ചെയ്യും. ഇപ്പൊ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നം ചെറിയ വളരെ നിസ്സാരമായിട്ടുള്ളൊരു പ്രശ്നമായിരിക്കും അന്ന്. പക്ഷെ ഇന്നത് വലുതായി 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 നിങ്ങളുടെ തന്നെ ചിന്തനെ വലുതാക്കി കൊണ്ടുവന്ന് ഒരു ലിമിറ്റില്ലാത്ത ലെവലിലേക്ക് എത്തിച്ച് നിങ്ങളെ അത് ഹോണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റിന്റെ ആവശ്യം വന്നു. അങ്ങനെ നിങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോയിട്ട് ആ പ്രായത്തിലേക്ക് പോയി ഇറങ്ങി ചെന്നുകൊണ്ട് നമ്മൾ അതിനെ അവിടുന്ന് എടുത്ത് കളയുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നമാണ് തീരുന്നത്, അല്ലാതെ നിങ്ങൾക്ക് ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് ഒന്നും വരുന്നില്ല. ഇതാണ് ഹിപ്നോതെറാപ്പിയുടെ ഒരു വശം. രണ്ടാമത്തെ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്, പല പല പ്രശ്നങ്ങളാണ്. ഇപ്പൊ ചിലവർക്ക് ഈ ചെറുപ്പത്തിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങൾ അമ്മയുടെ പേരിലേക്ക് എത്തുന്നതിന് മുമ്പ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതാണ് നമ്മൾ ഈ പറയുന്ന ഏജ് റിഗ്രഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷനിലേക്ക് കൊണ്ടുപോകുന്നത് കർമ്മയുടെ ചില ഇമ്പാക്ട്സ് നമുക്ക് ഈ ജന്മത്തിൽ വരാം, വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, എക്സ്പെരിമെന്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ അവിടുന്ന് എടുത്ത് എങ്ങനെയെങ്കിലും ഞാൻ പറയാം. എനിക്ക് എൻ്റെ അടുത്തൊരു സ്ത്രീ, ഒരു 40-45 വയസ്സുണ്ടാവും. ഇവരുടെ ഹസ്ബൻഡും തമ്മിൽ ഡിവോഴ്സായി. ഇവർക്ക് നല്ല ജോലിയുണ്ട്, ഹസ്ബൻഡിനും നല്ല ജോലി ഉണ്ടായിരുന്നു, 3 മക്കളുണ്ട് ഇവർക്ക്. ഇവർ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഭർത്താവ് ഞാനും ഡിവോഴ്സായി. ആ മനുഷ്യൻ കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് എന്നെ വന്ന് എന്ന് ഉപദ്രവിക്കുകയാണ്. റീസൺ ഇല്ല ഇതിന്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. അപ്പൊ നമ്മൾ ഡിവോഴ്സ് ആയല്ലേ, ഇനിയിപ്പോൾ എന്താ കാര്യം ചോദിച്ചിട്ട്, അതല്ല എനിക്ക് അറിയണം, വൈ ഇറ്റ് ഹാപ്പൻ ടു മീ. അങ്ങനെ ഞാൻ ഇവരെ റിഗ്രഷനിൽ കൊണ്ടുപോയി പാസ്റ്റ് ലൈഫിലേക്ക് എടുത്തു. ഫസ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു, തേർഡ് കഴിഞ്ഞു. അങ്ങനെ ഞാൻ 3 എണ്ണം വരെ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ 3 ലൈഫിലും ഒന്നൊന്നായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ലൈഫിൽ ഇവര് ഇദ്ദേഹത്തിനെ കണ്ടമാനം ഉപദ്രവിച്ചിട്ടുണ്ട്. മനസ്സിലായോ? കർമ്മ അവിടെ വന്നു. അതിനു മുമ്പുള്ള ലൈഫിൽ അവര് വളരെയധികം ഇദ്ദേഹത്തെ ചോദിച്ചിട്ടുണ്ട്. അന്നും ഇവര് ഹസ്ബൻഡും വൈഫും ഹസ്ബൻഡാണ്. എല്ലാ ജന്മത്തിലും ഹസ്ബൻഡും വൈഫും ആവണമെന്നില്ല. പക്ഷെ ഈ ജന്മങ്ങളിൽ ഇവര് 3 ജന്മങ്ങളിലും ഇവര് ഹസ്ബൻഡും വൈഫും ആയിരുന്നു. മൂന്നാമത്തെ ഫസ്റ്റ് ജന്മത്തില് ഇവര് പ്രശ്നമായി കഴിഞ്ഞിട്ട് ഇയാൾ ചവിട്ടി കിണറ്റിലിട്ടിട്ടുണ്ട്. ഓക്കെ, ഒരുപക്ഷെ ആ ലേഡി ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും മനസ്സിലാവും അവരുടെ സ്റ്റോറി ആണെന്നുള്ളത്, അല്ലെങ്കിൽ വേറെ ആർക്കും അറിയില്ല. നമ്മളോട് പറയുന്ന രഹസ്യങ്ങൾ നമ്മൾ വേറെ പുറത്ത് പറയില്ല. അപ്പോൾ ഈ കർമ്മ നമ്മളെ ഫോളോ ചെയ്യുന്നതിന്റെ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ശരിക്കും ഇവിടം വരെ എത്തി ഈ ജന്മത്തിലേക്കും വന്ന് ഇവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഇതിലൊക്കെ രസം എന്താണെങ്കിൽ ഈ 3 ജന്മത്തിലും ഇവർക്കൊരു അദൃശ്യ കാമുകനുണ്ടായിരുന്നു, ഒരു നിശബ്ദ കാമുകനുണ്ടായിരുന്നു. ഓക്കെ, അയാൾ ഇന്നുണ്ട്, ഈ ജന്മത്തിലുണ്ട്. ഇത് അവര് തന്നെ എന്നോട് പറഞ്ഞ, ഇപ്പോഴും ഉണ്ടായത്. ഇപ്പോഴും ഇവര് തമ്മിൽ വേറെ ഡീലിങ്സ് ഒന്നുമില്ല. ഇപ്പൊ ഡിവോഴ്സ് കഴിഞ്ഞിട്ടും ഇവര് ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുക അങ്ങനെ ഒന്നുമില്ല. ഇപ്പോഴും ആ നിശബ്ദ പ്രേമം രണ്ടുപേരെയും അങ്ങനെ കൊണ്ടു നടക്കുന്നത്. ഓക്കെ, അപ്പൊ കർമ്മ ഈസ് ഫോളോയിങ് യു. നിങ്ങൾ എന്ത് ചെയ്താലും കർമ്മ എന്റെ ബാക്കിൽ വരും. ഇനി ഈ ജന്മത്തില് നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ഈ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത എല്ലാ പാപത്തിന്റെയും ഫലം നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി പോസ്റ്റ്പോൺ ടു നെക്സ്റ്റ് ജന്മത്തിലേക്ക് പോകും. ഈ ബാങ്കിന്റെ ബാലൻസ് അതുപോലെ അടുത്തതിലേക്ക് പോകും. അവിടെ തീരാത്തത് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാം കൂടി പിന്നത്തേക്ക് പോകും. അപ്പൊ നിങ്ങളുടെ ജന്മം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ജന്മങ്ങളിലെല്ലാം നിങ്ങളുടെ കർമ്മ ഫലം എന്താണെങ്കിലും അത് നിങ്ങളെ പിന്തുടരുകയും ചെയ്യും. അത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിൽ ചിന്തിച്ചു നോക്കിയാൽ കാണാം, പല കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കാത്ത പലതും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊരു റീസൺ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, അതിന് ഉത്തരമില്ല നമ്മുടെ. അപ്പൊ അതൊക്കെ ഈ കർമ്മഫലം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. പക്ഷെ
ഇറ്റ് ഈസ് ദയർ. അതെ അതെ അതെ. ഭാഗവതത്തിൽ പറയുന്നുണ്ടല്ലോ, ഒരു പശുക്കിടാവിനെ, അപ്പോഴും പ്രസവിച്ചൊരു പശുക്കിടാവിനെ നമ്മളിങ്ങനെ കുറച്ചു നേരം മാറ്റി നിർത്തിയിട്ട് തുറന്നു വിട്ടു കഴിഞ്ഞാൽ ഒരു 10,000 പശുക്കളുടെ ഇടയിൽ നിന്ന് സ്വന്തം അമ്മയെ കണ്ടെത്തുന്ന പറയും പോലെ കർമ്മങ്ങൾ നമ്മളെ കർമ്മ നിങ്ങൾ അന്വേഷിച്ചു വരും, ഉറപ്പാണ്. ഇപ്പൊ നമ്മളെയൊക്കെ പഠിപ്പിച്ചിരുന്ന രീതിയിൽ നമ്മളിപ്പോ ഒരാൾക്കൊരു ദ്രോഹം ചെയ്തു, അത് ചിലപ്പോൾ ആ ജന്മത്തിൽ നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അതെ അതെ അതെ. പക്ഷെ അടുത്തൊരു ജന്മത്തിൽ അതേ ആള് തന്നെ നമുക്ക് തിരിച്ചു തരും. മനസ്സിലായോ? അത് ബൗൺസ് ചെയ്യും, വന്നേ പറ്റൂ. അതാണ് യൂണിവേഴ്സൽ ലോ. നിങ്ങൾ കൊടുക്കുന്നത് എന്തായാലും നിങ്ങളിലേക്ക് അത് തിരിച്ചു വന്നേ പറ്റൂ. അതിന് വേറെ സ്ഥലമില്ല പോവാൻ. നിങ്ങളുടെ ഇതിന് നിങ്ങളിലേക്ക് തന്നെ വരണം. അപ്പൊ ഈ ഹിപ്നോതെറാപ്പിയുടെ ഒരു ഒറിജിനെ കുറിച്ച് ശരിക്കും എല്ലാം ഭാരതീയമാണ്. ഭാരതത്തിലെ യഥാർത്ഥത്തിൽ നമ്മളെ പുരാണങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ കാണാം ഹിപ്നോസിസിന്റെ എല്ലാ വശങ്ങളും അതിനകത്ത് തന്നെ കിട്ടും. പിന്നെ ഇത് നമ്മൾക്ക് പൊതുവെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, പുറത്തുനിന്ന് വന്നാൽ മാത്രമേ വാല്യൂ ഉള്ളൂ. ഇപ്പൊ കളരിപ്പയറ്റ് മാറി കരാട്ടെ എന്നുള്ള പേരിൽ വരുമ്പോൾ എവിടെ ആക്സെപ്റ്റൻസ് ഉള്ളു. അതേപോലെയാണ് ഹിപ്നോതെറാപ്പി. ഇത് നമ്മളെ പുരാണങ്ങളിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്, അവർ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല. നമുക്ക് അവിടുന്ന് മെസ്മർ എന്ന് പറയുന്ന ഒരു ജർമ്മൻകാരൻ കണ്ടുപിടിച്ചതാണ് മെസ്മറിസം. അതിൽ നിന്നാണ് ഹിപ്നോസ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ പഠിച്ചു വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടേക്ക് എത്തുള്ളൂ. അപ്പോഴേ നമുക്കിത് ഒറിജിൻ നമ്മുടെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെന്ന് മാത്രമല്ല വാല്യൂ ഉണ്ടാവില്ല. ഇപ്പൊ എന്നെ കാണാൻ വരുന്ന ഒരു കൺസൾട്ടിങ്ങിന് വരുന്ന ഒരു വ്യക്തിയുടെ തന്നെ ഞാൻ ഫീസ് കുറച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരെന്നെ ആക്സെപ്റ്റ് ചെയ്യില്ല. അയ്യേ എന്ന് പറയും. നിങ്ങളൊരു സാധാ MBBS MD ഡോക്ടറെ അടുത്ത് പോണെങ്കിൽ നിങ്ങൾ 600 മുതൽ 1000 രൂപ വരെ കൊടുക്കണം. അപ്പൊ അവർക്ക് ഭയങ്കര വില അല്ലേ. അപ്പൊ നമ്മളെ കാണാൻ വരുന്ന ഒരാളെടുത്ത് ഞാൻ 500 മതിയിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയില്ല. ഞാൻ അവര് വാങ്ങുന്നതിന്റെ ഒരു 5-6 ഇരട്ടി വാങ്ങിച്ചാല് വിലയുള്ളൂ. അതാണ് എന്റെ കാര്യം. ഹിപ്നോസിസും അങ്ങനെ തന്നെയാണ്. മനസ്സിലായി. പുരാണങ്ങളിലുള്ള ഏതെങ്കിലും 1-2 എക്സാമ്പിളുകൾ ധാരാളം ഉണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന്. നിങ്ങളിപ്പോ മറ്റേ ഇങ്ങേറെ കഥ എടുത്തു കഴിഞ്ഞാൽ ഭീഷ്മരുടെ ഫാദറിന്റെയും മദറിന്റെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ മത്സ്യഗന്ധി എന്നുള്ള ആ സ്ത്രീ, അതുപോലെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹിപ്നോട്ടിസായിട്ട് ലിങ്ക് ചെയ്യാവുന്ന ഒരു സ്റ്റോറിയാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ആ മുനി എങ്ങനെ ഈ സ്ത്രീയെ വളച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ചോദ്യം അതല്ല, എങ്ങനെ വളച്ചു എന്നുള്ള ചോദ്യം. വേദവ്യാസന്റെ അമ്മ. നമുക്ക് അങ്ങനെ ചോദിക്കാൻ വേണം വളച്ചു. അതുകൊണ്ട് പുരാണങ്ങളിൽ പറയുന്നത് നമ്മൾ ലിങ്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിലും ഉണ്ട്. എന്തിനെ ഈവൻ ഭഗവത്ഗീത എടുത്തു കഴിഞ്ഞാൽ മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് കൃഷ്ണൻ ചെയ്തത് എന്താ? അർജുനെ വിളിച്ചെത്തി ശരിക്കും ഒരു സൈക്കോ തെറാപ്പിയാണ് നടത്തിയത്. തീർച്ചയായും. ഞാൻ പറയും, ഞാൻ വായിച്ചിട്ടുള്ള അറിവും വെച്ച് പറയും, ഞാൻ ഭഗവത്ഗീത പഠിച്ചിട്ടുള്ള അറിവ് വെച്ച് പറയും, കൃഷ്ണനാണ് ലോകത്തിലെ ആദ്യത്തെ സൈക്കോ തെറാപ്പിസ്റ്റ്. അർജുനായിരുന്നു ആദ്യത്തെ പേഷ്യന്റ് അല്ലെ? അതെ. ഇപ്പോഴും എല്ലായിടത്തും പഠിപ്പിക്കുന്നുണ്ട് ഭഗവത്ഗീത, ആ ഒരു കാഴ്ചപ്പാടിലും പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ശരി. നോക്കൂ, അതിൽ പറയുന്നതല്ലേ നമ്മൾ പിന്നീട് പഠിച്ചു വരുന്നതെല്ലാം. എല്ലാം അതിന്റെ ഓരോരോ ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ക്ഷേത്രം എന്ന് പറയുന്നൊരു വാക്കിന് പോലുള്ള അർത്ഥം എല്ലാം അതിന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ പുരാണങ്ങൾ നമ്മൾ വെറുതെ ഇങ്ങനെ എന്താ പറയാ, ഒരുപാട് നമ്മൾ പഠിച്ചു പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത്ര മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഭഗവത്ഗീത മാത്രം എടുത്തല്ലെങ്കിൽ ആ ഇത് ഫസ്റ്റ് സെഷൻ മാത്രം എടുത്താൽ മതി. കൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംഭാഷണം മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഹിപ്നോതെറാപ്പി എന്താന്നുള്ളത്. ശരിക്കും നടത്തുന്ന ഒരു തെറാപ്പിയാണ്. അതിനുശേഷമല്ലേ അർജുനൻ എണ്ണിട്ട് യുദ്ധം ചെയ്യാൻ പോയുള്ളൂ. അതന്നെ ഏറ്റവും നല്ല എക്സാമ്പിൾ. ഇപ്പോ ഹിപ്നോതെറാപ്പി ഇപ്പൊ ഈ ഒരു പേരിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ഇങ്ങനെ പ്രചാരമായിട്ട് എത്ര വർഷമായി കാണും? ഹിപ്നോതെറാപ്പി ഇത് പണ്ട് മുതലേ ഉണ്ട്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മീൻസ് ഒരു 5 to 10 years ആ സമയത്ത് ഞാൻ സ്കൂളിൽ പോകുന്ന വഴിയിൽ ഒരാൾ ഹിപ്നോട്ടിസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. ഹിപ്നോതെറാപ്പി നടത്തുന്ന ഒരാളുണ്ടായിരുന്നു. ഇയാൾ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. ഒരു ബുൾഗാനൊക്കെ വെച്ച് ഒരു ലുക്ക് വേറെ ആയിട്ട് കുട്ടിയല്ലേ. നമ്മൾ ഇയാൾ ഭയങ്കര സംഭവമാണ്. ഇയാൾ ആൾക്കാരെ ഉറക്കി കിടത്തും. ഇയാൾ ഉറക്കി കിടത്തി നമ്മുടെ മനസ്സിലുള്ള മുഴുവൻ ചോർത്തും. ഇതൊക്കെയാണ് മറ്റുള്ള ഫ്രണ്ട്സിൽ നിന്ന് കിട്ടുന്ന അറിവ്. അങ്ങനെയാണ് ഹിപ്നോതെറാപ്പി എന്താണെന്നല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും ഒരുപാട് വർഷം മുമ്പ് ഇവിടെ ഹിപ്നോതെറാപ്പി നടക്കുന്നുണ്ടെന്നാണ് അർത്ഥം. മനസ്സിലായി? എന്താ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ കണ്ടു. ഇയാളെ കാണുമ്പോ ഒക്കെ എനിക്ക് പേടിയാ. എവിടെ കാണുമ്പോഴും ആ ചെറിയ മനസ്സിൽ എനിക്ക് തോന്നും ഇയാള് ഉറക്കി കിടത്തുന്ന മനുഷ്യനാണ്. ചിലപ്പോ എന്നെ ഉറക്കി കിടത്തും. എന്നെ ഉറക്കി കിടത്തിട്ട് അയക്ക് എന്ത് കിട്ടാനാന്നുള്ള ചിന്തയില്ല. അപ്പോ നമ്മൾ ചിന്തിക്കുന്നതാണ് ഇയാൾ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഇന്ന് എന്നെ കാണുമ്പോഴും ആൾക്കാർ വിചാരിക്കുന്നതാ. മനസ്സിലായി? ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ആൾക്കാർ ചിന്തിക്കുന്നത് ഉറക്കി കിടത്തുക, മനസ്സിലെ രഹസ്യങ്ങൾ മുഴുവൻ എടുക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ രഹസ്യം കൊണ്ട്? ഇത് വിറ്റ് കാശൊക്കെ പറ്റുമോ? കാരണം ഇത് വെർബലി നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ്. അതും
വളരെ വോയിസ് ഇല്ലാത്ത വോയിസിലാണ് പറയുന്നത്. പിന്നെ അത് എന്ത് ചെയ്യാനാ, നമുക്ക് ഒരു യൂസും ഇല്ല. പിന്നെ ഈ രഹസ്യങ്ങൾ അറിഞ്ഞിട്ട് എനിക്ക് ഒരു കാര്യമില്ല. എന്റെ വീട്ടിൽ ഇനി സ്ഥലമില്ല വെക്കാൻ. അത്രമാത്രം രഹസ്യങ്ങൾ ഓൾറെഡി ആയി. മനസ്സിലായോ? കബോർഡൊക്കെ തുറന്ന രഹസ്യങ്ങളെ പുറത്തേക്ക് ചാടുന്നത്. അതുകൊണ്ട് രഹസ്യങ്ങളൊന്നും അറിയാറുണ്ടല്ല. പിന്നെ രഹസ്യങ്ങൾ അറിയേണ്ട സമയത്ത് നമ്മൾ അറിയണം എന്താണ് ഇവർക്ക് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, എൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് വരുന്നു. ആ പേഷ്യൻ്റ് പറഞ്ഞു, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലചുറ്റൽ വരുന്നു, ഞാൻ തല ഇറങ്ങി വീഴുന്നു, ജോലിയുടെ ഇടയിൽ എനിക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. ഇവര് ഒരു ഫിസിഷ്യനെ പോയി കാണുന്നു. അയാൾ പറയുന്നത് ഫിസിക്കലി യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, ദർ ഇസ് നോ പ്രോബ്ലം അറ്റ് ഓൾ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ പോയി കാണാൻ പറയും. അങ്ങനെ ഏതെങ്കിലും റെഫറൻസിൽ വന്നിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നു. വന്നിട്ടുള്ള കേസുകൾ ഒരുപാടുണ്ട്. ഞാൻ എല്ലാത്തിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണല്ലോ ഞാൻ പറയാത്തത്. വന്നു, ഇവർ വന്ന് നമ്മൾ ഹിപ്നോതെറാപ്പിയിൽ കൊണ്ടുപോയി വരുമ്പോൾ ഇവർക്ക് 10 വയസ്സിൽ, ഇവർ വെറും 10 വയസ്സുള്ള സമയത്ത് ഇവർക്ക് സെക്ഷലി ഇവർ അബ്യൂസ്ഡ് ആണ്. ആ പ്രശ്നം ഇവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ അത് കുറെ കഴിഞ്ഞപ്പോൾ അതൊക്കെ പോയി തലേന്ന് ഇവരുടെ. പക്ഷേ ആഫ്റ്റർ മാരേജ് വീണ്ടും ഇത് തലപൊക്കി. അപ്പൊ നമ്മൾ ആ രഹസ്യം അറിഞ്ഞല്ലേ പറ്റുള്ളൂ. നമുക്ക് ആ രഹസ്യത്തിലേക്ക് പോയല്ലേ പറ്റുള്ളൂ. അത് വേണ്ട, എനിക്ക് നിങ്ങളുടെ രഹസ്യം അറിയണ്ടെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ആ രഹസ്യം അറിയണം, അപ്പോഴേ എനിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആ ചെറുപ്പത്തിൽ കൊണ്ടുപോയി അവരെ അവിടെ നിന്നും അതിനെ എടുത്ത് മാറ്റണം. അങ്ങനെ മാറ്റും. അതാണ് ഹിപ്നോതെറാപ്പിയിൽ നമ്മൾ രഹസ്യങ്ങൾ അറിയുന്ന രീതി. അതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത്. നമുക്കുള്ള മിസ്കൺസെപ്റ്റുകൾ ഇതൊക്കെയാണ്. രഹസ്യങ്ങൾ മുഴുവൻ അറിയും. അങ്ങനെ രഹസ്യങ്ങൾ മുഴുവൻ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങാൻ സമയം കിട്ടില്ല. നമുക്ക് അവിടെ തന്നെ പോയിരിക്കേണ്ടി വരും. കാരണം ഉള്ള കള്ളന്മാരെയും കൊള്ളക്കാരെയും മുഴുവനും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഹിപ്നോട്ടിസം കൊടുത്തിട്ട് നമ്മൾ കാണുന്നുണ്ട്, പലതും ഫോറിൻ ഇതിലൊക്കെ കാണിക്കുന്നുണ്ട്. ഓരോരുത്തർ ഓരോ വീഡിയോസ് ഒക്കെ കാണാം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഫോറൻസിക് ഹിപ്നോസിസ് ബാൻ ചെയ്തിട്ടുള്ളതാണ്. നോട്ട് ഓൺലി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഓൾ ഓവർ ദ വേൾഡ്. മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഇത് ബാൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെങ്കിൽ പണ്ട് കാലങ്ങളിൽ ഈ കനഡ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവര് പോലീസ് പിടിച്ചുകൊണ്ട് വന്ന ഒരു വ്യക്തിയെ പിടിച്ചുകൊണ്ട് വന്ന് അവനെ ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ട് അവൻ ചെയ്യാത്ത കുറ്റങ്ങൾ ഇവനെ കൊണ്ട് ഏറ്റവും പറയും. എന്നിട്ട് കോട്ടയം പോയിട്ട് ഇവന് അഗ്രി ചെയ്യും. ഇത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴാണ് ഇവന് തിരിച്ചറിയുക ഞാനിത് ചെയ്തിട്ടില്ല തോന്നുന്നത്. അന്നേരം അവൻ കിടന്ന് കരയും. വേറെ അറ്റോർണീസ് വന്ന് ഇതിനു വേണ്ടി വീണ്ടും അപ്പിയർ ചെയ്ത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കേസസും ഉണ്ട് അതിൻ്റെയൊക്കെ. അതിന്റെ പേരിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കാനഡ ആദ്യം ബാൻ ചെയ്തു ഈ ഫോറൻസിക് ഹിപ്നോസിസ്. അത് എല്ലാ രാജ്യങ്ങളിലേക്കും അത് വ്യാപിച്ചു. ഇന്ത്യയിലും അത് ബാൻഡ. അപ്പൊ നമ്മളൊരു പോലീസുകാർക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരാളെ അവര് ക്രിമിനലിനെ കൊണ്ടുപോയിട്ട് ഹിപ്നോട്ടൈസ് ചെയ്യാൻ സമ്മതിക്കില്ല. നിയമപരമായിട്ട് അത് നടക്കില്ല. മനസ്സിലായോ? പക്ഷെ എനിക്ക് തന്നെ അൺഒഫീഷ്യൽ ആയിട്ടൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അത് നമുക്ക് പറയാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മൾ ചെയ്യാറുണ്ട് അതൊക്കെ.